വുമൻസ് മണി ദി ബാങ്ക് കാഷിങ്ങിനെ പറ്റി ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് WWE ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് എന്താണെന്ന് പറയാം. അതുപോലെ ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡും അതിനുശേഷമുള്ള റോ എപ്പിസോഡും സ്പെഷ്യൽ ടൈമിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ ടൈമിനെ പറ്റിയും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയാം. ഇതിൽ ഫസ്റ്റ് ഇന്ന് സൗദിയിൽ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ പറ്റി പറയാം. അതായത് സൗദി അറേബ്യയിൽ ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നടക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സിൽ രാത്രി 10:30-ക്കാണ് ലൈവായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഇന്ന് രാത്രി 10:30-ക്ക് മറക്കാതെ കാണുക. അതുപോലെ റോ എപ്പിസോഡും സമയം മാറ്റമുണ്ട്. അതായത് റോ എപ്പിസോഡ് അടുത്തതായി നടക്കാൻ പോകുന്നത് പിറ്റ്സ്ബർഗിലാണ്. അതുകൊണ്ടാണ് സമയം വ്യത്യാസമായിട്ട് ഉള്ളത്. അപ്പോൾ റോ എപ്പിസോഡ് എപ്പോഴാണ് ടെലികാസ്റ്റ് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ 5:30-ൽ നിന്നും മാറി 3:30-ക്ക് റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിൽ ടെലികാസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് 3:30-ക്കാണ് നമ്മൾക്ക് ഇവിടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കുക. അതായത് അവരുടെ സമയം വെച്ച് കണക്കൂട്ടി നോക്കുമ്പോൾ 3:30-ക്കാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 3:30-ക്കാണ് നെറ്റ്ഫ്ലിക്സിൽ ലൈവായി കാണാൻ സാധിക്കുക. പിന്നെ പഴയതുപോലെ കറക്റ്റായിട്ട് ലൈവ് കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നെറ്റ്ഫ്ലിക്സിൽ ഏത് സമയം വേണമെങ്കിലും നമ്മൾക്ക് കാണാം. പഴയതുപോലെ റിപ്പീറ്റ് ഷോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചാണ് പറഞ്ഞത്. ഞാനെന്തായാലും ലൈവ് തന്നെയാണ് കാണുക. അപ്പോൾ ഇന്ന് സ്മാക്ക് ഡൗൺ രാത്രി 10:30-ക്ക്, നാളെ നൈറ്റ് ഓഫ് ചാമ്പ്യനും രാത്രി 10:30-ക്ക്, അതുപോലെ റോ എപ്പിസോഡ് 5:30-ൽ നിന്നും മാറി 3:30-ക്ക്. ഇനി വുമൻസ് മണി ദി ബാങ്കിനെ പറ്റി പറയാം. അതായത് നയോമിയാണ് ഇപ്പോൾ വുമൻസ് മണി ദി ബാങ്ക് വിൻ ചെയ്തിട്ടുള്ളത്. നയോമി സമ്മർ സ്ലാമിൽ ചാമ്പ്യനാകും. ഈ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ന്യൂസ് വന്നിട്ടുള്ളത്. അതായത് മുൻപ് സെത്ത് റോളൻസിനെ വെച്ച് വന്ന അതേ റൂമർ ന്യൂസാണ് ഇപ്പോൾ കൺഫേം പോലെ വന്നിട്ടുള്ളത്. അതായത് ഈ ന്യൂസിൽ പറയുന്നത് ആസ്ക ജേഡ് കാർഗിൽ ഇവർക്ക് മാച്ച് നടക്കുന്ന സമയത്ത് ഞാൻ പ്രൊഡിക്ഷനിൽ പറഞ്ഞതുപോലെ ആസ്കയല്ല ജേഡ് കാർഗിലാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ പ്രൊഡിക്ഷനിൽ ഞാൻ ആസ്കയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ആസ്ക ഇയോസ്കൈ ഇവർക്കൊരു നല്ല മാച്ച് വെക്കാനുള്ള പ്ലാൻ WWE ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മാച്ച് ജേഡ് കാർഗിൽ വിൻ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ പ്രൊഡിക്ഷൻ മാറ്റുന്നില്ല. അതായത് ജേഡ് കാർഗിൽ WWE വന്നതിന് ശേഷം അവർക്കൊരു ചാമ്പ്യൻഷിപ്പ് ലെവൽ മാച്ചൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന്. എന്നിട്ട് ടിഫനി സ്ട്രാറ്റൻ്റെ കൂടെ മാച്ച് സമ്മർ സ്ലാമിൽ കൊടുക്കുന്ന സമയത്ത് ആ മാച്ചിൻ്റെ അവസാനം നയോമി ഒന്ന് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചേക്കാം. അതായത് ജേഡ് കാർഗിൽ ചാമ്പ്യൻ ആയതിനു ശേഷം. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി അതോടുകൂടി എൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോറി എൻഡ് ആവാനൊന്നും ചാൻസ് ഇല്ല. ഇപ്പോൾ WWE-ക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്ലാൻ WWE പറഞ്ഞതായിട്ടാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. എന്നാൽ സെത്ത് റോളൻസിൻ്റെ പ്ലാൻ മുൻപേ തന്നെ റൂമറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേതാണ് നല്ലത് എന്ന് വെച്ചാൽ സെത്ത് റോളൻസ് ജോൺ സീനയെ തോൽപ്പിച്ച കോഡി റോഡ്സിൻ്റെ അടുത്ത് മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യുന്നതാണ് നല്ലത്. നോക്കാം ആ പ്ലാൻ നടത്തുമോ അതോ വുമൻസിൻ്റെ പ്ലാൻ കൊണ്ടുവയ്ക്കുമോ എന്ന്. അപ്പോൾ എന്തായാലും നൈറ്റ് ഓഫ് ചാമ്പ്യനിൽ അറിയാം. ജേഡ് കാർഗിൽ വിൻ ചെയ്യുകയാണെങ്കിൽ വുമൻസ് മണി ദി ബാങ്ക് ക്യാഷിംഗ് സമ്മർ സ്ലാമിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ വുമൻസ് മണി ദി ബാങ്ക് നീണ്ടു പോകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നാളെ അറിയാം. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.